നമ്മളിപ്പോൾ പോകുന്നത് വെള്ളയാങ്കുടിയിൽ നിന്ന് കൊങ്ങിണിപ്പടവ് കറ്റ്യാമല റോട്ടിൽ കൂടെയാണ്. ഇതിലെ പോയിട്ട് നമുക്ക് വാഴവരയ്ക്കൊക്കെ പോകാൻ പറ്റും. നല്ല ഒരു ഗ്രാമക്കാഴ്ചകളാണ് ഈ വഴിക്കൊക്കെ നമുക്ക് കൂടുതലും കിട്ടുന്നത്. കുറേയധികം വീടുകളും നല്ല കൃഷിയിടങ്ങളും ഒക്കെയാണ്. ഇപ്പം എവിടെ നോക്കിയാലും നമ്മുടെ ബോഗൺവില്ല ഇങ്ങനെ പൂത്തു നിൽക്കുന്ന കാഴ്ചകൾ കാണാൻ നല്ല രസമാണ്. ഇപ്പോൾ വീഡിയോ എടുക്കാൻ നമുക്ക് ഭയങ്കര റിസ്ക് ആട്ടോ, എന്നിട്ടും അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുക. ഇപ്പം നമ്മൾ നാങ്കതൊട്ടി എന്ന് പറഞ്ഞ ജംഗ്ഷനിലെത്തിയേ. അവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ ഇരട്ടയാറിന് പോകാം, ആ വഴിക്ക് അപ്പുറം അതിലേ പോയാൽ തങ്കമണിക്ക് പോകാം. പിന്നെ ഇവിടെ മനോഹരമായൊരു യൂറിസൂന്യാളുടെ നാമത്തിലുള്ളൊരു പള്ളിയൊക്കെ ഉണ്ടേ. നമുക്ക് പോകേണ്ടത് ആ വഴിക്കാണ്, വാഴവര ആ ഭാഗത്തേക്ക്. വാഴവര പള്ളിയുടെ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ വന്ന വഴി ദോ ഈ പുറകെ കാണുന്ന വഴിക്കായിരുന്നു. പിന്നെ വന്നിട്ട് വാഴവര ഇടുക്കി ആ റൂട്ടിലേക്കൊക്കെ പോകാം. നല്ല ഭംഗിയുള്ള ഗ്രാമക്കാഴ്ചകളാണ്. നല്ല നിഴല് വീണ് കിടക്കുന്ന ഗ്രാമപാതയൊക്കെ കണ്ടോ. മോളിൽ കാണുന്നത് വാഴവര പള്ളിയുടെ ഭാഗങ്ങളൊക്കെയാണേ. അങ്ങനെ വന്നപ്പോഴുണ്ട് ഇവിടെ ഇത് കണ്ടോ, പഴയ കാലത്തെ വാഴവരയിലെ സ്കൂളാണെന്ന് തോന്നുന്നത്, LP സ്കൂളൊക്കെ. നോക്കിയേ, ആ പഴയ ഒരു സ്ട്രക്ചറാണെങ്കിലും കാണാൻ എന്നാ ഭംഗിയെന്ന് നോക്കിയേ. 2 കെട്ടിടങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഇപ്പോഴും എന്തൊക്കെയോ ഒരു സെൻറ്റ് മേരീസ് പബ്ലിക് സ്കൂളാണ്. വാഴവര സെൻറ്റ് മേരീസ് കത്തോലിക്ക ചർച്ചാണേ. ഇതൊക്കെ ഹൈറേഞ്ചിലെ പഴയകാല പള്ളികളിലുള്ള പള്ളിയാണ് ഇതൊക്കെ. ഇതിൻ്റെ അപ്പുറത്തായിട്ട് തന്നെ സ്കൂളൊക്കെ ഉണ്ട്, ഹൈസ്കൂൾ. പള്ളി ഈ ഒരു കണ്ടീഷനിൽ കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. ഇതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് തന്നെ ഹൈസ്കൂളും ഉണ്ടേ. പിന്നെ സ്കൂളിലൊക്കെ നമ്മൾ അവരുടെ പെർമിഷൻ ഇല്ലാതെ കയറി ഒന്നും എടുക്കുന്നത് ശരിയല്ലല്ലോ എന്ന് ചോദിച്ചാൽ ഞാൻ വെളിയിൽ നിന്നാണ് എടുക്കുന്നത്. ഈ സ്കൂളിലൊക്കെ പഠിച്ച ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, നമ്മുടെ ഇടുക്കിക്കാരെങ്കിലുമൊക്കെ. വാഴവര സിറ്റി എന്ന് പറയുന്ന ഇതാണേ. ഇപ്പം നിലവിൽ കടകളൊക്കെ അടവാണ്, ഒരു കടയും കണ്ടേ തുറന്നിട്ടുള്ളൂ. വൈകുന്നേരമൊക്കെ ആവണം ഇവിടെയൊക്കെ ഒന്ന് ഉണർവാകണമെങ്കിൽ. ഇവിടെയൊക്കെ പൈപ്പ് ലൈനിൻ്റെ പണി നടന്നു പോയതാണേ. നമ്മൾ താഴേന്ന് കയറി വന്ന റോഡ് കണ്ടോ, നല്ല ഏലകൃഷിയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു കുരിശടിയുണ്ട്. ഈ കുരിശടി അങ്ങോട്ട് കിടക്കുന്ന വഴിക്ക് അങ്ങനെ പോയാൽ നമ്മൾ അക്കരെ വാഴവര 2 സിറ്റിയാണ്. അക്കരെ മെയിൻ റോഡിൻ്റെ സൈഡിലൊരു സിറ്റിയുണ്ട്. പിന്നെ ഇതിലെ ഇങ്ങോട്ട് പോയാൽ നമുക്ക് കട്ടപ്പന ഭാഗത്തേക്കൊക്കെ പോകാവുന്ന വഴി തന്നെയാണ്. ഇവിടെ നമ്മൾ വീണ്ടും ഒരു ജംഗ്ഷനിലെത്തിയേ. നേരെയുള്ള വഴിക്ക് പോയാൽ നമുക്ക് അപ്പുറത്തുനിന്ന് കയറി നാങ്കതൊട്ടി ഭാഗത്തേക്ക് തന്നെ പോകാം. നമുക്ക് ഈ ഇടത്തോട്ടുള്ള സൈഡാണ് പോകേണ്ടത്, വീടുള്ള ആ വഴിക്ക് പോയാൽ വാഴവര സിറ്റി താഴത്തെ അപ്പുറത്തെ സിറ്റിയിലോട്ട് പോകാം. എനിക്ക് ശകലം തെറ്റിപ്പോയി. ഈ വഴി പോകുന്ന നാലുമുക്ക്, തങ്കമണി, ശാന്തിഗ്രാം, വെഴുകുമ്പയിൽ, നെടുങ്കണ്ടം ഭാഗത്തേക്കാണ് ഇങ്ങോട്ടുള്ള ഈ വഴി പോകുന്നത്. നമുക്ക് ഈ വഴിക്കൊന്ന് പോയി നോക്കിയാലോ. ഇതിൽ നമ്മളങ്ങനെ പോയിട്ടില്ലാത്തൊരു വഴിയാണ്. കുറച്ചൊരു ഓഫ് റോഡ് പോലത്തെ, എന്നാലും ഗ്രാമഭംഗി കിട്ടുന്നൊരു ചെറിയ റോഡാണ് ഈ വഴിക്ക്. ഇത് നമ്മൾ ആ മോളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്ന വഴിയാണ്. ഈ വഴിക്ക് നമ്മളങ്ങനെ വന്നിട്ടില്ല. ഇവിടെ കണ്ടോ ചെറിയൊരു കുരിശുപള്ളിയൊക്കെ ഉണ്ടേ. ഇവിടെയും ഒരു ജംഗ്ഷൻ ഉണ്ട്, അങ്ങോട്ട് വലത്തോട്ടൊരു വഴിയൊക്കെ പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇറങ്ങിപ്പോകുന്ന ഈ നേരെയുള്ള വഴിക്കാണ്. ഇവിടെയൊക്കെ നല്ലപോലെ ഉണക്കടിക്കുന്ന സ്ഥലമാണേ. അതുപോലെ ഇപ്പോൾ ഒരു വല്ലാത്ത കാറ്റുമുണ്ട്. സാധാരണ ജനുവരി വരുന്ന കാറ്റാണ്, ഇപ്പോൾ ഫെബ്രുവരി ആയിട്ടും കാറ്റ് മാറുന്നില്ല. താഴോട്ട് ഇങ്ങനെ ഒരു വഴിയാണ് കേട്ടോ. ഓക്കെ, താഴോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടെന്നോ, നമുക്ക് തിരിച്ചു പോകേണ്ടി വരും. നമ്മൾ ആ താഴോട്ട് ഇറങ്ങിപ്പോയിട്ടേ വഴി ഇറക്കമൊക്കെ ഭയങ്കര വിഷയമായ കാരണം തിരിച്ചു കയറി പോകുന്നേ. കണ്ണിനും സുഖമില്ലാത്തതുകൊണ്ടേ നമ്മൾ വിചാരിച്ച പോലെ ഒരു റോഡ് അത്ര നല്ലതല്ലേ, പോകാൻ പറ്റാത്ത ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തിരിച്ചു കയറി പോന്നു. ഇനിയിപ്പോൾ നമ്മൾ വന്ന വഴിക്ക് തന്നെ പോയിട്ട് അപ്പുറത്തോടെ വഴി മാറി വേണം പോകാനായിട്ട്. ഇപ്പോൾ പോകുന്ന വഴി മേലെല്ലാം ഒത്തിരി കാഴ്ചകളൊക്കെ ഉണ്ട്, നമുക്കതെല്ലാം കാണാം. ഈ വഴിക്കൂടെയൊക്കെ ഇറങ്ങി വന്നപ്പോഴേ നല്ല വാഴയൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ വാഴ കൊലയൊന്നുമില്ല കേട്ടോ. ഈ മേലെയൊക്കെ അധികം നല്ല വീടുകളൊന്നുമില്ല. അവിടെ ഒരു വീട് കുഴപ്പമില്ലാത്ത കണ്ടു. ഇവിടെ താഴോട്ടൊരു വീടിന് അങ്ങോട്ട് ഇറങ്ങുന്നൊരു വഴിയൊക്കെ ഇത്. നമ്മൾ മേളിൽ നിന്ന് നേരത്തെ ഇറങ്ങി വന്ന വഴിയാണ് അതെ. അവിടെ മുകളിലൊക്കെ നാടൻ രീതിയിലുള്ള വീടുകളൊക്കെ ഇരിക്കുന്നുണ്ട്. നല്ല കയറ്റമാണ് മുകളിലോട്ടെ. വെയിലിൻ്റെയൊക്കെ ചൂട് കൂടുതലായതുകൊണ്ടേ ഈ നെറ്റൊക്കെ വലിച്ചു കെട്ടിയേക്കോ ഏലച്ചെടികൾക്കൊക്കെ. അത്രയും കുറച്ച് വെയിലടിച്ചാൽ മതിയല്ലോ എന്ന്. പക്ഷേ ഇത് കണ്ടോ, ഇവിടെ വെള്ളമൊക്കെ വറ്റി വരണ്ട് പോയി. അത്രയും നല്ല വെയിലാണ്. ഈ ഭാഗമൊക്കെ കണ്ടോ, നല്ല അടിപൊളി കൃഷിയിടങ്ങളാണ്. ഇവിടെയൊക്കെ കണ്ടോ, ഈ വീടിൻ്റെ ചുറ്റിനും ഇങ്ങനെ കൃഷിയൊക്കെ സംരക്ഷിച്ചേക്കുന്നുണ്ടോ. അത് നല്ല മതിലൊക്കെ കെട്ടി അതിനുള്ളിൽ ഏലത്തോട്ടം.
അങ്ങനെ നീളത്തിൽ അങ്ങ് കുറച്ച് ദൂരത്തോട്ടുണ്ടേ. ഇതാണ് ശരിക്കുള്ള വാഴവര സിറ്റി കേട്ടോ. ഈ താഴോട്ടൊക്കെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. ഇവിടുന്ന് താഴോട്ട് പോയ ഒരു പള്ളിയൊക്കെ ഉണ്ട്. അങ്ങോട്ടുള്ള റോഡൊക്കെ ഈയിടെ ടാറൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ വഴിക്ക് നമുക്ക് നേരെ പോവുകയാണെങ്കിൽ വെള്ളയാങ്കുടിക്കൊക്കെ പോകാൻ പറ്റും. ഇതവിടെ ഒരു മനോഹരമായൊരു അമ്പലമൊക്കെ ഉണ്ടേ. ഇതൊരു കുരുമന്ദിരം അമ്പലമാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു മാവൊക്കെ ഇങ്ങനെ പൂത്ത് നിൽപ്പുണ്ട്. ഇത്തിരി ഭംഗിയുണ്ട് കാണാൻ. ഇത് അതിൻ്റെ മുന്നിലായിട്ട് കുറച്ചുകൂടെ അങ്ങോട്ട് ഇരുന്ന് അവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ടേ. മാവ് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ മാങ്ങയാവും ഇനിയിപ്പോൾ അധികം താമസിക്കാതെ. ഒരു ആലുമുണ്ട്. SNDP യോഗത്തിൻ്റെ അമ്പലമാണ്. ഇതാണ് വാഴവരയിലെ സെൻറ്റ് മേരീസ് ജാക്കോബൈറ്റ് ചർച്ച്. മുകളിൽ കാണുന്നതാണ് പള്ളി. ഈ ഒരു അന്തരീക്ഷത്തിലെ പള്ളി കാണാൻ എന്തൊരു ഭംഗിയാന്ന് നോക്കി. നമുക്ക് ഈ പോസ്റ്റിൻ്റെ ഇപ്പുറത്തോടെ നോക്കാം. പോസ്റ്റ് ഒരു മറവാണ്. ഇപ്പം നന്നായിട്ട് കിട്ടി. ഈ ഒരു വഴി കണ്ടോ, നല്ല ഭംഗിയുള്ള റോഡാണ്. പക്ഷേ ഇത് നേരെ വെള്ളയാങ്കുടിക്ക് അങ്ങോട്ടാണ് പോകുന്നത്. നമുക്ക് അങ്ങോട്ടിപ്പോൾ പോകേണ്ട ഒരു ആവശ്യമില്ല. തിരിച്ച് അപ്പുറത്തെ വഴിക്കാണ് പോകേണ്ടത്. വിറവ് കീറുന്ന വഴിയാണ്. അങ്ങനെ വെച്ച് കൊടുത്തിട്ട് ആ കോടാലി വന്നിട്ട് അത് ഇറക്കി വിടും. ഇതാണ് വാഴവര മെയിൻ റോഡിൻ്റെ സൈഡിലുള്ള ചെറിയൊരു സിറ്റി. 2-3 ഭാഗങ്ങളൊക്കെയാണ് വാഴവര സിറ്റി ഉള്ളത്. ഒരു ഇല്ലി പൂത്ത് നിൽക്കുന്നുണ്ടോ. ആ ഇല്ലി ഇനിയിപ്പം പൂത്തതുകൊണ്ട് അതിൻ്റെ കാര്യം തീരുമാനമായി കേട്ടോ. ഇനി അത് ഉണങ്ങിപ്പോവും കുറേ കഴിയുമ്പോൾ. വാഴവര ആയുർവേദ നഴ്സിംഗ് കോളേജാണ് ഇത്. ഇവിടെ ആയുർവേദ നഴ്സിംഗ് ഒക്കെ പഠിപ്പിക്കുന്നതാണ്. അവിടെ നേരത്തെ ഒരു കടയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഓപ്പൺ അല്ല. അല്ലെ അവിടെ കയറി ചോറൊക്കെ കൊണ്ടിട്ട് പോകാമായിരുന്നു. ഇപ്പം നമ്മൾ ഇടുക്കി കട്ടപ്പന റോട്ടിലാണേ. ഈ റോഡ് ഈയിടെയൊക്കെ പുതുക്കി പണിതായിരുന്നു. ഇടുക്കി 8-ാം മൈലെത്തി കേട്ടോ. 8-ാം മൈലിൽ താഴോട്ടൊരു വഴിയുണ്ട്. ആ വഴിക്ക് പോയാലും കാൽവരിമൗണ്ടൊക്കെ നമുക്ക് പോകാം. അല്ലെങ്കിൽ ഷോർട്ട് കട്ട് ചാടി തങ്കമണിക്കും പോവാം. നമുക്ക് നേരെയുള്ള വഴിക്ക് പോകാം. ഇപ്പോൾ നമ്മൾ ഇടുക്കി 10-ാം മൈലിലെത്തിയേ. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് നേരെ താഴോട്ട് പോയാൽ ഇടുക്കിക്കൊക്കെ പോകാം. വലത്തോട്ട് പോയാൽ തങ്കമണിക്ക് പോകാം. ഇവിടെ ഒരു ഹോട്ടലൊക്കെ, കുറേ ഹോട്ടലുകളുണ്ട്. ഈ ഒരു ഹോട്ടലിൽ കയറി നമ്മളതിൽ ചോറൊക്കെ കൊണ്ടിട്ട് ഇനിയിപ്പോൾ താഴോട്ട് പോകുന്നുള്ളേ. 10-ാം മൈലിൽ ഇപ്പോൾ തിരക്ക് കുറവാണെന്ന് തോന്നുന്നു. ശരിക്കും ഇവിടെ ഒരു ടൂറിസ്റ്റ് മേഖലയാണേ. മുകളിലാ ഇടുക്കി ജലാശയത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ ആൾക്കാർ വരുന്നതുകൊണ്ടേ. നമ്മൾ ഈ ഇടുക്കി 10-ാം മൈലിൻ്റെ ഭാഗത്ത് വന്നാലേ വളരെ മനോഹരമായ ഒരുപാട് കാഴ്ചകളാണേ. ആ കാൽവരി കൊണ്ട് മലനിരകളാണ് ആ മുകളിൽ കയറുന്നത്. അതിൻ്റെ മുകളിൽ ഒരു കുരിശ് രൂപമൊക്കെ ഉണ്ട്. ഈ ദുഃഖവെള്ളിയാഴ്ചയൊക്കെ മല കയറുന്ന അവിടെ. ആ സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർ വരുവേ. ഇപ്പം നല്ല സുഖമില്ല. എല്ലാവരും ഞാൻ അതിൻ്റെ മണ്ടയ്ക്കൊന്ന് കയറിയാനേ. ഇങ്ങോട്ടുള്ളൊരു കാഴ്ചകളുണ്ടോ. ഇതിലിങ്ങനെ ഒരു റോഡ് അങ്ങോട്ട് പോകുന്നുണ്ട്. നമ്മൾ നേരത്തെ 8-ാം മൈലിൽ നിന്ന് അപ്പുറത്ത് ജംഗ്ഷനിൽ നിന്നൊരു വഴിയുണ്ടല്ലേ, ആ വഴിയേക്ക് ഇതിലേ കയറി വരുവേ. ഇവിടെ നമുക്ക് റിസോർട്ട് കാണാം. മേഘമല റിസോർട്ടാണിത്. നമ്മളെ ഒരു യൂട്യൂബിൻ്റെ മീറ്റപ്പൊക്കെ 2 കൊല്ലം മുമ്പ് ഇവിടെ വെച്ചൊക്കെ ആയിരുന്നു നടത്തിയത്. നല്ല അടിപൊളി ഒരു റിസോർട്ടാണിത്, മേഘമല. ഇവിടെയൊക്കെ ഒരുപാട് ഗസ്റ്റുകളൊക്കെ വന്ന് താമസിക്കാറുള്ളൊരു സ്ഥലമാണ്. കുറച്ച് താഴെയായിട്ട് 10-ാം മൈലിലെ സ്കൂളൊക്കെ ഉണ്ടേ. സ്കൂള്, പള്ളി, ഈ ഭാഗത്തൊക്കെ നോക്കി കുറേ വീടുകളും അതിൻ്റെ ഇടയ്ക്കൂടെ റോഡ് പോകുന്നതും ഒക്കെ ആയിട്ടേ നല്ലൊരു ഗ്രാമക്കാഴ്ച നമുക്ക് കിട്ടുന്നുണ്ട്. സ്കൂളൊക്കെ അങ്ങ് മുകളിലാണേ. ആ വഴിക്ക് അങ്ങനെ കയറിപ്പോകും. കാൽവരി മൗണ്ട് സെൻറ്റ് ജോർജ് പള്ളിയാണ്. ഇവിടെ പുതിയൊരു ഗ്രോട്ടോയും മറ്റു സംഭവമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടേ. നമുക്ക് അവിടെ പോയാൽ ഒന്ന് കാണുകയൊക്കെ ചെയ്യാവേ. പള്ളി കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. CMI ആശ്രമമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പള്ളിയുടെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഇതാണ് പുതിയ ഗ്രോട്ടോ. പീഡാനുഭവത്തിൻ്റെയൊക്കെ ഒരു കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ഗ്രോട്ടോയ്ക്കകത്ത് കയറി ഇവിടുത്തെ കാഴ്ചകളൊന്ന് കാണാവേ.
ഇതിൻ്റെ ഉള്ളിൽ സൗണ്ടൊന്നും പാടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ നിശബ്ദമായിട്ടായിരിക്കും, കാഴ്ചകൾ മാത്രം കാണുക. ഈ പള്ളിയൊക്കെ ഇവിടെ വന്നിട്ടൊരു 19 വർഷത്തിന് മുകളിലായിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഹൈറേഞ്ചിൻ്റെ കുടിയേറ്റ കാലത്തൊക്കെ ഉള്ള പള്ളികളാണ് ഇതും. രാജകുമാരി പള്ളി, കട്ടപ്പനപ്പള്ളി, വെള്ളയാങ്കുടി പള്ളി, അങ്ങനെ കുറേ പള്ളികളൊക്കെ ജനങ്ങൾ കൂടി വന്നപ്പോൾ ആരാധനയ്ക്ക് വേണ്ടി പള്ളികളും അമ്പലങ്ങളും ഒക്കെ നിർമ്മിച്ചില്ലേ. അതില്ലാതെ പറ്റത്തില്ലല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളുടെ ഗ്രാമക്കാഴ്ചകളൊക്കെ? ലാസ്റ്റ് കാൽവിന് വേണ്ടി സെൻറ്റ് ജോർജ് പള്ളിക്ക് വന്നു കേട്ടോ. ഇവിടെ ഈ ഗ്രോട്ടോ കാണാൻ ഭയങ്കര ഭംഗിയാണ്. വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ചെരുപ്പൊന്നും ഇട്ട് കയറരുത് കേട്ടോ. നല്ല വൃത്തിയായിട്ട് അവരതെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തൽക്കാലം ഈ വീഡിയോ ഇവിടെ നിർത്താം. ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.